Welcome, my dear friends. How are you? Let's continue the rest of the lesson in the attic from where we stopped. In our last class, we saw how someone threw a package into the attic and reassured the narrator that the war would soon be over. A voice, likely that of an officer, told him to hang on. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഷെപ്പിൽമാൻ താമസിച്ചിരുന്ന മുറിയിലേക്ക് ഓഫീസർ ബ്രെഡും ജാമും അടങ്ങിയ പാക്കറ്റ് എറിഞ്ഞു കൊടുത്തതും യുദ്ധം ഉടൻ തീരുമെന്നുറപ്പുള്ള ആശ്വാസവാക്കുകൾ അദ്ദേഹം ഷെപ്പിൽമാനോട് പറഞ്ഞതുമാണ്. യു മസ്റ്റ് ഹാങ് ഓൺ എന്നാണ് ഓഫീസർ ഷെപ്പിൽമാനോട് പറഞ്ഞത്. Today we will continue the lesson from this point where we understand more deeply how that officer's voice and words gave the narrator a reason to hope. We will also see how time passed slowly and painfully in the attic. ഇന്ന് നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗം നോക്കാം. അതായത് ആ ഓഫീസറുടെ ശബ്ദം എത്ര ഉറച്ചതായിരുന്നുവെന്നും അതിലൂടെ ഷെപ്പിൽമാന് എങ്ങനെ പ്രതീക്ഷ തോന്നിയെന്നതും തുടർന്നുള്ള ആഴ്ചകൾ എത്രമാത്രം ഇരുണ്ടതും പ്രതീക്ഷയില്ലാത്തതുമായിരുന്നുവെന്നും തുടർന്നുള്ള ഭാഗത്തിലൂടെ കാണാൻ സാധിക്കും. Let's now look at each line and understand its meaning in simple English and Malayalam. നമുക്ക് അടുത്ത ഭാഗത്തിലെ ഓരോ വരിയും മനസ്സിലാക്കാം. His voice sounded harsh, almost as if he were giving an order, convincing me of his unyielding belief that the war would end well for us. ഹാർഷ് എന്ന വാക്കിന്റെ അർത്ഥം മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺപ്ലസന്റ് ഓർ റഫ് എന്നാണ് ഹാർഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് കടുപ്പമുള്ളത് അല്ലെങ്കിൽ കഠിനമായത്. ഇവിടെ ഓൾമോസ്റ്റ് ആസ് ഇഫ് ഹി വാസ് ഗിവിംഗ് എൻ ഓർഡർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദം ഓർഡർ ചെയ്യുന്നത് പോലെ കർശനമായിരുന്നു എന്നാണ്. അൺയീൽഡിംഗ്, ഫേം ഓർ നോട്ട് ഗിവിംഗ് അപ്പ്, വഴങ്ങാത്ത അല്ലെങ്കിൽ ഉറച്ച. കൺവിൻസിംഗ്, മേക്കിംഗ് സംവൺ ബിലീവ്, വിശ്വസിപ്പിക്കുന്ന. The officer's voice sounded strict and rough, like he was giving a command. It made the narrator believe that the officer strongly believed the war would end positively for them. ഓഫീസറുടെ ശബ്ദം കഠിനമായിരുന്നു, ഒരു കമാൻഡ് നൽകുന്നത് പോലെയായിരുന്നു. യുദ്ധം വിജയകരമായി അവസാനിക്കും എന്നതിൽ അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ടെന്ന കാര്യം അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ ഷെപ്പിൽമാന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. Only then did I hear the quiet sound of the attic door closing. Only then means just after that. അപ്പോഴാണ് എന്നർത്ഥം. Quiet sound, a soft noise, മൃദുവായ ശബ്ദം. It was only after hearing the officer's voice that the narrator noticed the soft sound of the attic door being shut. ഓഫീസർ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഷെപ്പിൽമാൻ ആറ്റിക്കിന്റെ വാതിൽ പതിഞ്ഞ ശബ്ദത്തിൽ അടയുന്ന ശബ്ദം ശ്രദ്ധിച്ചത്. മൊണോട്ടണസ്, ഹോപ്പ്ലെസ് വീക്സ് പാസ്ഡ് ബൈ. മൊണോട്ടണസ് മീൻസ് ഡൾ വിതൗട്ട് ചേഞ്ച്, ഒരേപോലെ തന്നെ ആവർത്തിക്കുന്ന അല്ലെങ്കിൽ തീരെ ഉത്സാഹമില്ലാത്ത. ഹോപ്പ്ലെസ് മീൻസ് വിതൗട്ട് എനി ഹോപ്പ്, പ്രതീക്ഷയില്ലാത്ത. The narrator spent many weeks in the attic that were boring and without any hope. ഷെപ്പിൽമാൻ അവിടെ ഒരുപാട് ആഴ്ചകൾ വളരെ ദുഃഖത്തോടെയും ഒരു പ്രതീക്ഷയും ഇല്ലാതെയും ചിലവഴിക്കേണ്ടി വന്നു. I heard less and less artillery fire. Artillery means large guns used in war. പട്ടാളത്തിലെ വലിയ തോക്കുകൾ. Less and less means becoming fewer. ഇവിടെ കുറഞ്ഞു വരിക എന്നർത്ഥം. The sound of gunfire became less and less as days went by. ദിവസങ്ങൾ കടന്നു പോകുന്തോറും വലിയ തോക്കുകളുടെ ശബ്ദം കുറഞ്ഞു കുറഞ്ഞു വന്നു. There were days when not a single shot broke the silence. Not a single shot means no gunfire at all. ഒരു വെടി പോലും ഉതിർക്കാത്ത. Break the silence means to disturb the quietness. ശാന്തതയെ ഭംഗപ്പെടുത്തുക അല്ലെങ്കിൽ നിശബ്ദതയെ തകർക്കുക. There were days when it was so quiet that no sound disturbed the silence. Some days were completely silent without any sound or firing or violence. ചില ദിവസങ്ങളിൽ വെടിയൊച്ചയുടെ ശബ്ദമേ ഉണ്ടായിരുന്നില്ല, ദിവസം മുഴുവനും ശാന്തമായിരുന്നു. Soldiers went up and down the stairs, often bringing large packages up to the attic and fetching others down. Fetching means bringing, കൊണ്ടുവരിക. Packages, bundles or boxes. പാക്കറ്റുകൾ.
Soldiers moved up and down the stairs frequently, taking big packages to the attic and bringing some things down. സൈനികർ സ്ഥിരമായി കോണിപ്പടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടേയിരുന്നു. വലിയ പാക്കറ്റുകൾ ആറ്റിക്കിൽ കൊണ്ടുവയ്ക്കുകയും അവിടെ നിന്ന് ചില വസ്തുക്കൾ താഴേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. But my hiding place was well chosen. No one ever thought of searching the loft. The narrator says that his hiding place was carefully selected and nobody ever imagined looking in the loft. ഞാൻ ഒളിച്ചിരുന്ന സ്ഥലം വളരെ കരുതലോടെ തിരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നു. ആ സ്ഥലം പരിശോധിക്കണമെന്ന് ആർക്കും തോന്നിയില്ല, കാരണം അത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. On 12th December, the officer came for the last time. On December 12, the German officer visited Scheppelmann for the final time. ഡിസംബർ 12-ന് ആ ഉദ്യോഗസ്ഥൻ അവസാനമായി ഷെപ്പിൽമാനെ കാണാനെത്തി. He brought me a larger supply of bread than before and a warm eider down. He brought more food and a warm blanket. മുൻപ് കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ അദ്ദേഹം ഷെപ്പിൽമാന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ നല്ല ചൂട് കിട്ടുന്ന ഒരു കമ്പിളി പുതപ്പും അദ്ദേഹത്തിനു വേണ്ടി ഓഫീസർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഐഡർ ഡൗൺ എന്നാൽ തൂവൽ കൊണ്ടുണ്ടാക്കിയ മൃദുവായ കമ്പിളി പുതപ്പ്. He told me he was leaving Warsaw with his detachment and I must on no account lose heart. The officer told Scheppelmann that he was leaving the city of Warsaw along with his military unit and he strongly advised him not to become discouraged or to lose hope. ഡിറ്റാച്ച്മെന്റ് എന്നാൽ സൈനികരെ ഉൾപ്പെടുത്തിയുള്ള ചെറിയ സംഘം. With his detachment means with the group of soldiers under his command. In military terms, a detachment is a small group of soldiers separated from a large army to perform a special task. ഓഫീസർ തന്റെ സൈനിക സംഘത്തിന്റെ കൂടെ വാർസോവിൽ നിന്ന് പുറപ്പെടുകയാണെന്ന് ഷെപ്പിൽമാനോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് വരാനാവില്ലെന്നും ഷെപ്പിൽമാൻ വിഷമിക്കാതെ ഇരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. But how will I survive the street fighting? I asked anxiously. Anxiously എന്നാൽ ഉത്കണ്ഠയോടെ. Scheppelmann was worried and asked the officer how he would stay alive during the violent fighting happening in the streets. He asked this question with fear and concern. ഈ തെരുവിൽ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാണ്? ഞാൻ അദ്ദേഹത്തോട് ഉത്കണ്ഠയോടുകൂടി ചോദിച്ചു. If you and I have survived this inferno for over 5 years, he replied, it's obviously God's will for us to live. യുദ്ധത്തിന്റെ നരകതുല്യമായ യാതനകളെയാണ് ഇൻഫെർനോ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The officer told the narrator that since both of them had managed to stay alive through that terrible and dangerous situation for more than 5 years, it must have meant that God wanted them to continue living. ഓഫീസർ പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും ഈ നരകതുല്യമായ യാതനയിൽ 5 വർഷത്തിലേറെ കാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മറികടക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത് ദൈവഹിതമാണ്. We had already said goodbye and he was about to go when an idea came to me at the last moment. Scheppelmann and the officer had already said goodbye and just as the officer was about to leave, a sudden idea struck Scheppelmann's mind. Something he hadn't thought of earlier. ഇവിടെ നരേറ്ററും അതായത് ഷെപ്പിൽമാനും ഓഫീസറും തമ്മിൽ അന്യോന്യം യാത്ര പറഞ്ഞു. ഓഫീസർ പുറപ്പെടാൻ തുടങ്ങുന്നതിനിടയിൽ ആ അവസാന നിമിഷത്തിൽ ഷെപ്പിൽമാന്റെ മനസ്സിൽ ഒരു ആശയം തോന്നി. I had long been racking my brains for some way of showing him my gratitude. The narrator said that for a long time he had been trying very hard to think of a way to express his gratitude to the officer. He had been mentally struggling to find a suitable way to thank him. ഓഫീസറോട് തന്റെ നന്ദി പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഉള്ള ഒരു മാർഗം കണ്ടെത്താൻ അദ്ദേഹം കുറെ നാളുകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ had long been racking my brain means had been thinking very hard for a long time. വളരെയധികം സമയം എന്തിനെങ്കിലും കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. Racking one's brain means to think very hard and deeply. കഠിനമായി ചിന്തിക്കുക. Gratitude means
thankfulness. നന്ദി അഥവാ കൃതജ്ഞത. Listen, I took his hand and began speaking urgently. I never told you my name. You didn't ask me, but I want you to remember it. Who knows what may happen? The narrator took the officer's hand and began to speak with urgency. He told the officer that he had never mentioned his name before. Though the officer had not asked him, he wanted the officer to remember his name. He added that no one could tell what might happen in the future. ഷെപ്പിൽമാൻ ആ ഉദ്യോഗസ്ഥന്റെ കൈ പിടിച്ചുകൊണ്ട് തിടുക്കത്തിൽ പറഞ്ഞു, ഞാൻ എന്റെ പേര് താങ്കളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, താങ്കൾ എന്നോട് ചോദിച്ചിട്ടുമില്ല. പക്ഷെ എന്റെ പേര് എന്തായാലും താങ്കൾ അറിഞ്ഞിരിക്കണം. ആർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. You have a long way to go home. If I survive, I will certainly be working for Polish radio again. താങ്കൾക്ക് വീട്ടിലേക്ക് വളരെ ദൂരം പോകേണ്ടതുണ്ട്. Long way means a great distance. വളരെയധികം ദൂരം. If I survive, I will certainly be working for Polish radio again. യുദ്ധത്തെ ഞാൻ അതിജീവിക്കുകയാണെങ്കിൽ ഉറപ്പായും വീണ്ടും പോളിഷ് റേഡിയോവിൽ തന്നെ ജോലി തുടരും. Survive means to remain alive after a dangerous situation. ജീവനോടെ രക്ഷപ്പെടുക. Certainly, without any doubt, or definitely, ഉറപ്പായും. Polish radio means the national public service radio broadcaster of Poland. പോളണ്ടിലെ ഔദ്യോഗിക റേഡിയോ സ്റ്റേഷൻ. I was there before the war. യുദ്ധത്തിന് മുൻപ് ഞാൻ അവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. If anything happens to you, if I can help you, then in any way, remember my name. ഷെപ്പിൽമാൻ, പോളിഷ് റേഡിയോ. താങ്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അന്നേരം താങ്കളെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിലോ എന്റെ പേരോർത്തു വെച്ചോളൂ. ഷെപ്പിൽമാൻ, പോളിഷ് റേഡിയോ. He smiled his usual smile, half shy and embarrassed, but I felt I had given him pleasure with my naive wish to help him. He gave his familiar smile, which looked partly shy and partly embarrassed. അദ്ദേഹം പതിവ് പോലെ ചിരിച്ചു. ആ ചിരിയിൽ അല്പം ലജ്ജയും സങ്കോചവും കലർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് താല്പര്യമുണ്ടെന്ന് അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് സന്തോഷം നൽകിയതായി എനിക്ക് തോന്നി. എംബാരസ്ഡ് മീൻസ് ഫീലിംഗ് ഷൈ, ഓക്വേർഡ് ഓർ അഷേംഡ് ഇൻ എ സിറ്റുവേഷൻ. ലജ്ജ തോന്നുക അല്ലെങ്കിൽ സങ്കോചപ്പെടുക. Pleasure means feeling of happiness. Naive means innocent or lacking experience. The first hard frost came in the middle of December. ഡിസംബർ മാസത്തിന്റെ മധ്യമായപ്പോഴേക്കും തണുപ്പുകാലത്തിന്റെ തുടക്കമെന്നോണം ആദ്യത്തെ മഞ്ഞുവീഴ്ച ഉണ്ടായി. ക്രിസ്മസ് came and then the New Year 1945, the sixth Christmas and New Year celebrations of the war and the worst I had known. ക്രിസ്തുമസും അതിന്റെ പിന്നാലെ 1945 പുതുവത്സരവും വന്നു. യുദ്ധകാലത്ത് ആചരിച്ച 6ാമത്തെ ക്രിസ്മസ്, പുതുവത്സരാഘോഷങ്ങൾ എനിക്ക് അറിയാവുന്നതിൽ ഏറ്റവും ഭീകരമായത്. ഹാർഡ് ഫ്രോസ്റ്റ് റെഫേഴ്സ് ടു സിവിയർ കോൾഡ് വെദർ, അതായത് കനത്ത മഞ്ഞുവീഴ്ച. I lay in the dark listening to the stormy wind. ലേ എന്നാൽ കിടന്നു. ചുഴലിക്കാറ്റിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ ഇരുട്ടത്ത് കിടന്നു. I heard the squeaking and rustling of rats and mice running back and forth in the attic. Moving back and forth means moving quickly from one place to another repeatedly. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ആറ്റിക്കിൽ എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ശബ്ദം ഞാൻ കേട്ടു. In my mind, I went over every Christmas before and during the war. യുദ്ധത്തിന് മുൻപും യുദ്ധകാലത്തും ഉണ്ടായ എല്ലാ ക്രിസ്മസുകളും ഞാൻ ഓർമ്മിച്ചു. At first, I had a home, parents, 2 sisters and a brother. Then we had no home of our own anymore. But we were together. ആദ്യം എനിക്കൊരു വീടുണ്ടായിരുന്നു. മാതാപിതാക്കളും 2 സഹോദരിമാരും ഒരു സഹോദരനും ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് സ്വന്തം വീടില്ലാതെയായി. എങ്കിലും ഞങ്ങൾ ഒന്നിച്ചു തന്നെയായിരുന്നു. We were together means we stayed united as a family. Later I was alone but surrounded by other people. പിന്നീട് ഞാൻ ഒറ്റയ്ക്കായി, പക്ഷേ ചുറ്റുപാടും ആളുകൾ ഉണ്ടായിരുന്നു. And now I was lonelier, I suppose, than anyone else in the world. I had to be alone, entirely alone, if I wanted to live. ഇപ്പോൾ ഞാൻ ലോകത്തിൽ ആരെക്കാളും കൂടുതലായി ഒറ്റപ്പെട്ടവനായി എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കേണ്ടതുണ്ടായിരുന്നു. On 14 January, unusual noises in the building and the street
street outside woke me. ജനുവരി 14 കെട്ടിടത്തിനകത്തും പുറത്തും തെരുവിലും ഉണ്ടായ അസാധാരണമായ ശബ്ദങ്ങൾ എന്നെ ഉണർത്തി. Soldiers ran up and down the stairs and I heard agitated, nervous voices. സൈനികർ മുകളിലേക്കും താഴേക്കുമായി പടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. അതേസമയം ഞാൻ ഉത്കണ്ഠയും ആകാംക്ഷയും നിറഞ്ഞ രീതിയിലുള്ള ശബ്ദങ്ങൾ കേട്ടു. Early in the morning of 15th January, the sound of artillery from the previously silent front was heard. ജനുവരി 15 അതിരാവിലെ മുൻപ് നിശബ്ദമായിരുന്ന യുദ്ധമുഖത്തു നിന്നും വെടിയൊച്ചകൾ കേട്ടു. സൗണ്ട് ഓഫ് ആർട്ടിലറി മീൻസ് ലൗഡ് നോയ്സസ് മെയ്ഡ് ബൈ ബിഗ് മിലിറ്ററി ഗൺസ്. വെടിയുണ്ടകളുടെയും വലിയ തോക്കുകളുടെയും ശബ്ദം. Previously silent front means battle front that was silent earlier. മുൻപ് നിശബ്ദമായിരുന്ന യുദ്ധമുഖം. The ground and the walls of the building shook under the constant dull thunder. നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന തോക്കിന്റെ അല്ലെങ്കിൽ വെടിയൊച്ചകളുടെ മങ്ങിയ ശബ്ദം കൊണ്ട് നിലവും കെട്ടിടത്തിന്റെ മതിലുകളും കുലുങ്ങി. 3 hours later, the heavy artillery fire died down again, but I was as nervous as ever. 3 മണിക്കൂറുകൾക്ക് ശേഷം തോക്കിന്റെ കനത്ത ശബ്ദം വീണ്ടും കുറഞ്ഞു. എങ്കിലും ഞാൻ എപ്പോഴത്തെയും പോലെ തന്നെ ഉത്കണ്ഠാകുലനായിരുന്നു. I didn't sleep at all that night. ആ രാത്രി ഞാൻ തീരെ ഉറങ്ങിയില്ല. The street fighting would begin at any moment and I could be killed. ഏതു സമയത്ത് വേണമെങ്കിലും തെരുവ് പോരാട്ടം തുടങ്ങുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. The night passed peacefully. രാത്രി സമാധാനത്തോടെ കടന്നുപോയി. Around 1 o'clock, I heard the remaining Germans leaving the building. രാത്രി ഉദ്ദേശം 1 മണിക്ക് അവിടെയുള്ള ജർമ്മൻകാർ കെട്ടിടം വിട്ടു പോകുന്നതിന്റെ ശബ്ദം ഞാൻ കേട്ടു. Silence fell. I could not even hear the steps of the guards outside the building. പിന്നീട് അവിടം നിശബ്ദമായി. Everything became quiet or still. കെട്ടിടത്തിന് പുറത്തുള്ള കാവൽക്കാരുടെ കാലടി ശബ്ദം പോലും കേൾക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. Not until the early hours of the next day was the silence broken by a loud and resonant noise, the last sound I had expected. Resonant noise means a deep, echoing or vibrating sound that lasts for some time. പ്രതിധ്വനിക്കുന്ന അല്ലെങ്കിൽ മുഴക്കമുള്ള ശബ്ദം. It was completely silent all night. Only in the early morning, an unexpected, loud and deep sound disturbed that silence. അടുത്ത ദിവസം പുലർച്ചെ വരെ നീണ്ടുനിന്ന നിശബ്ദതയെ തകർത്തുകൊണ്ട് ഉച്ചത്തിലുള്ള മുഴക്കമുള്ള ഒരു ശബ്ദം കേട്ടു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ശബ്ദം. Radio loudspeakers set up somewhere nearby were broadcasting announcements in Polish of the defeat of Germany and the liberation of Warsaw. അടുത്തെവിടെയോ സ്ഥാപിച്ചിട്ടുള്ള റേഡിയോ ലൗഡ് സ്പീക്കറുകൾ ജർമ്മനിയുടെ തോൽവിയും വാഴ്സായുടെ വിമോചനവും സംബന്ധിച്ച വിവരങ്ങൾ പോളിഷ് ഭാഷയിൽ പ്രക്ഷേപണം ചെയ്യുന്നുണ്ടായിരുന്നു. The Germans had withdrawn without a fight. ജർമ്മൻ സൈന്യം യുദ്ധം ചെയ്യാതെ പിൻവാങ്ങി. As soon as it began to get light, I prepared feverishly for my first venture out. പുലർന്നു തുടങ്ങുമ്പോഴേക്കും ഞാൻ പുറത്തേക്കുള്ള എന്റെ ആദ്യമായിട്ടുള്ള ശ്രമത്തിനായി അതീവ ഉത്സാഹത്തോടെ തയ്യാറായി. My officer had left me a German military overcoat to keep me from freezing. ഞാൻ തണുത്തുറയ്ക്കാതിരിക്കാൻ ജർമ്മൻ സൈനികർ ഉപയോഗിക്കുന്ന ഓവർകോട്ട് എന്റെ ഓഫീസർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. I had already put it on when I suddenly heard the rhythmic footsteps of guards out in the road again. ഞാൻ പെട്ടെന്ന് വീണ്ടും റോട്ടിൽ കാവൽക്കാരുടെ താളത്തോടുകൂടിയുള്ള കാലൊച്ചകൾ കേട്ടു. ആ സമയത്ത് ഞാൻ ആ ഓവർകോട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നു. Had the Soviet and Polish troops withdrawn then? സോവിയറ്റ് സൈന്യവും പോളിഷ് സൈന്യവും അപ്പോൾ പിന്മാറിയിട്ടുണ്ടായിരുന്നു. I sank on my mattress, utterly dejected, and lay there until something new came into my ears. The voices of women and children. He lay on his mattress, very hopeless, and then he heard something. The voices of women and children. That was the news or sign he received. തികച്ചും നിരാശയോടെ ഞാൻ എന്റെ കിടക്കയിൽ കിടന്നു. ചില വാർത്തകൾ എന്റെ ചെവിയിൽ എത്തും വരെ ഞാൻ അവിടെ തന്നെ കിടന്നു. ഞാൻ അവിടെ നിരാശനായി കിടക്കുന്ന സമയത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദങ്ങൾ കേട്ടു. At all costs I had to get information.
എന്തു തന്നെയായാലും അല്ലെങ്കിൽ എന്തു വില കൊടുത്തും എനിക്ക് വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ടായിരുന്നു. I ran downstairs, put my head out of the front door and looked out. Ran downstairs എന്നാൽ താഴേക്ക് ഓടിപ്പോയി. ഞാൻ താഴേക്കോടി മുൻവാതിലിലൂടെ തല പുറത്തു വെച്ച് പുറത്തേക്ക് നോക്കി. It was a grey misty morning. അതൊരു മൂടൽമഞ്ഞുള്ള പ്രഭാതമായിരുന്നു. മിസ്റ്റി എന്നാൽ മൂടൽമഞ്ഞുള്ള. To my left, not far away, stood a woman soldier in a uniform that was difficult to identify at this distance. എന്റെ ഇടതുവശത്ത് അധികം ദൂരത്തല്ലാതെ തന്നെ ഒരു സ്ത്രീ സൈനിക നിൽക്കുന്നുണ്ടായിരുന്നു. ആ കാലാവസ്ഥയിൽ അത്ര ദൂരത്ത് നിന്ന് കാണുമ്പോൾ പോലും അവളുടെ യൂണിഫോം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. A woman with a bundle on her back was approaching from my right. എന്റെ വലതുവശത്ത് നിന്ന് ഒരു സ്ത്രീ തന്റെ പുറകിൽ ചുമടും താങ്ങിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. When she came closer, I ventured to speak to her. ആ സ്ത്രീ എന്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ അവരോട് സംസാരിക്കാൻ ധൈര്യപ്പെട്ടു. Hello, excuse me, I called in a muted voice, beckoning her over. Beckoning means making a gesture with the hand, head or to call someone. കൈ കാട്ടി വിളിക്കുക. ഹലോ, ക്ഷമിക്കണം എന്ന് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ കൈകാട്ടി അവിടേക്ക് വരാനായി വിളിച്ചു. She stared at me, dropped her bundle and took to her heels with a shriek of a German. ഞാൻ ആ സ്ത്രീയെ വിളിച്ചതും അവരെന്നെ തുറിച്ചു നോക്കി. അവർ ഉടനെ തന്നെ അവരുടെ ഭാണ്ഡക്കെട്ട് നിലത്ത് വെച്ച് ഒരു ജർമ്മൻ എന്ന് വിളിച്ചുകൊണ്ട് ഭയന്നോടാൻ തുടങ്ങി. Immediately the guard turned, saw me, aimed and fired her machine pistol. ഉടൻ തന്നെ കാവൽക്കാരി തിരിഞ്ഞു നോക്കി, എന്നെ കാണുകയും എന്നെ ലക്ഷ്യമിട്ട് തന്റെ മെഷീൻ പിസ്റ്റളിൽ നിന്ന് വെടിവെക്കുകയും ചെയ്തു. The bullets hit the wall and without thinking I rushed up the stairs and took refuge in the attic. ബുള്ളറ്റുകൾ മതിലിൽ വന്നു പതിച്ചു. പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ഉടനെ തന്നെ മുകളിലേക്ക് ഓടിപ്പോയി ആറ്റിക്കിൽ അഭയം പ്രാപിച്ചു. Looking out of my little window, a few minutes later, I saw that the whole building was surrounded. അല്പസമയത്തിന് ശേഷം എന്റെ ചെറു ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മുഴുവൻ കെട്ടിടവും വളഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. I heard soldiers calling to each other and then the sound of shots and exploding hand grenades. സൈനികർ പരസ്പരം വിളിക്കുന്നതും തോക്കുകൊണ്ട് വെടിവെക്കുന്നതും പിന്നെ ഹാൻഡ് ഗ്രനേഡ്സ് പൊട്ടുന്ന ശബ്ദവും ഒക്കെ കേട്ടു. ഹാൻഡ് ഗ്രനേഡ്സ് എന്നാൽ കൈകൊണ്ടെറിയാവുന്ന ചെറിയ ബോംബ്. This time my situation was absurd. ഈ സമയം എന്റെ അവസ്ഥ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ പരിതാപകരമായിരുന്നു. I was going to be shot by Polish soldiers in liberated Warsaw on the very verge of freedom. യുദ്ധത്തിൽ നിന്ന് മോചിതമായ വാഴ്സോയിൽ സ്വാതന്ത്ര്യം കൈവരിക്കാൻ പോകുന്ന ആ നിമിഷത്തിൽ തന്നെ പോലീസ് സൈനികർ എന്നെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. Feverishly, I began to wonder how I could make them realize that I was Polish before they dispatched me to the next world as a German in hiding. അവർ എന്നെ വധിക്കുന്നതിന് മുൻപ് ഞാൻ പോളണ്ട് നിവാസിയാണെന്ന് അവരോട് എങ്ങനെ ബോധ്യപ്പെടുത്താമെന്നതിനെ കുറിച്ച് ഞാൻ വളരെ ഉത്കണ്ഠയോടെ ചിന്തിച്ചു. I began coming down the stairs, shouting as loud as I could, "Don't shoot, I am Polish." ഞാൻ താഴേക്ക് ഇറങ്ങിക്കൊണ്ട് കഴിയുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്നെ വെടിവെക്കല്ലേ, ഞാൻ പോളണ്ട് നിവാസിയാണ്. Very soon I heard swift footsteps climbing the stairs. പെട്ടെന്ന് തന്നെ വേഗത്തിൽ കോണിപ്പടികൾ കയറി വരുന്ന ശബ്ദം ഞാൻ കേട്ടു. The figure of a young officer in Polish uniform, with the eagle on his cap, came into view. പോളണ്ടിന്റെ നാഷണൽ സിംബലായ വൈറ്റ് ഈഗിളിന്റെ എംബ്ലം പതിപ്പിച്ച തൊപ്പി ധരിച്ച യൂണിഫോം ഇട്ട ചെറുപ്പക്കാരനായ ഓഫീസർ സ്പിൽമാന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. He pointed a pistol at me and shouted, "Hands up." അദ്ദേഹം ഷെപ്പിൽമാന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഷെപ്പിൽമാനോട് കൈ മുകളിലേക്ക് ഉയർത്താൻ പറഞ്ഞു. I repeated my cry of "Don't shoot, I am Polish." ഞാൻ കരഞ്ഞുകൊണ്ട് ആവർത്തിച്ചു പറഞ്ഞു, എന്നെ വെടിവെക്കരുത്, ഞാൻ പോളണ്ടുകാരനാണ്. The lieutenant went red with fury. ഇത് കേട്ടപ്പോൾ ലഫ്റ്റനന്റിന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. Then why in God's name don't you come down? He roared. And what are you doing in the German court? സുബിതനായി അലറിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നീ താഴേക്ക് വരുന്നില്ല? പിന്നെ എന്തുകൊണ്ടാണ് നീ ജർമ്മൻ കോട്ട് ധരിച്ചിരിക്കുന്നത്?
Only when the soldiers had taken a closer look at me and reviewed the situation did they really believe I wasn't German. സൈനികർ എന്റെ അടുത്ത് വന്ന് എന്നെ വളരെയധികം സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ ജർമ്മൻ അല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടത്. Then they decided to take me to their headquarters so that I could wash and have a meal. അതിനുശേഷം അവർ എനിക്ക് ഫ്രഷ് ആവാനും ഭക്ഷണം കഴിക്കുവാനും വേണ്ടി എന്നെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിച്ചു. After 2 weeks, well cared for by the military, I walked through the streets of Warsaw without fear. A free man for the first time in almost 6 years. 2 ആഴ്ച സൈനികരുടെ മികച്ച പരിചരണത്തിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭയമില്ലാതെ വാർസോവിന്റെ തെരുവുകളിലൂടെ നടന്നു. ഏകദേശം 6 വർഷത്തിനു ശേഷം ആദ്യമായി ഒരു പേടിയും കൂടാതെ ഞാൻ ഒരു സ്വതന്ത്ര മനുഷ്യനായി ആ തെരുവുകളിലൂടെ നടന്നു. I looked over to the north of the city, where the ghetto had been, where 500,000 Jews had been murdered. There was nothing left of it. ഞാൻ നഗരത്തിന്റെ വടക്കുഭാഗത്തേക്ക് നോക്കി. ഗെറ്റോ ഉണ്ടായിരുന്നിടത്തേക്ക് 5 ലക്ഷം ആളുകൾ കൊല ചെയ്യപ്പെട്ട സ്ഥലം. അവിടെ ഇപ്പോൾ ഒന്നും അവശേഷിക്കുന്നില്ല. Tomorrow I must begin a new life with nothing but death behind me. The speaker is saying that everything he had experienced earlier was full of death, people dying, destruction, loss, etc. He had no joyful memories to carry forward. നാളെ ഞാനൊരു പുതിയ ജീവിതം ആരംഭിക്കണം. പിന്നിലേക്ക് നോക്കുമ്പോൾ മരണം മാത്രമാണ് അവശേഷിച്ചിരുന്നത്. ആളുകളുടെ മരണം, നാശനഷ്ടം, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ എന്നീ കാര്യങ്ങളാണ് അദ്ദേഹം മുൻകാലങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഓർക്കാനുള്ള സന്തോഷകരമായ ഓർമ്മകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. I went on my way. I continued my journey. I left the horrors of death behind and stepped into a new beginning. യുദ്ധത്തിന്റെ ഭയപ്പെടുത്തുന്ന ഓർമ്മകളെ പിന്നിലാക്കിക്കൊണ്ട് ഞാൻ എന്റെ ജീവിതയാത്ര തുടർന്നു. This is the story of a man who survived war, destruction and death and finally walked into freedom with courage and hope. യുദ്ധവും നാശവും മരണവും ഒക്കെ അതിജീവിച്ച് ഒടുവിൽ ധൈര്യത്തോടെയും പ്രതീക്ഷയോടെയും സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുവന്ന വ്യക്തിയുടെ യഥാർത്ഥ കഥയാണ്. This lesson is taken and modified from the original book titled The Pianist. The Pianist എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ പാഠം എടുത്തിട്ടുള്ളത്. Wilhelm Hosenfeld, the soldier who saved Władysław Szpilman, also saved many other individuals. He was captured by the Red Army towards the end of the war. He could not contact Szpilman and died in a Soviet prison in 1952. Władysław Szpilmane രക്ഷപ്പെടുത്തിയ ജർമ്മൻ സൈനികനായ വിൽം ഹോസൻഫെൽഡ് യുദ്ധകാലത്ത് അനേകം പേരെ രക്ഷിച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിക്കുമ്പോൾ അദ്ദേഹം റെഡ് ആർമിയുടെ പിടിയിലായി. പിന്നീട് സ്പിൽമാനുമായി ബന്ധപ്പെടാൻ കഴിയാതെ 1952 ഒരു സോവിയറ്റ് ജയിലിൽ അദ്ദേഹം മരണമടഞ്ഞു. Let's get to know who wrote this powerful memoir. Władysław Szpilman was born on December 5, 1911 in Sosnowiec, Poland. Władysław Szpilman 1911 ഡിസംബർ 5 പോളണ്ടിലെ സോസ്നോവിയറ്റ്സ് എന്ന സ്ഥലത്ത് ജനിച്ചു. He was a Polish pianist and classical composer. അദ്ദേഹം ഒരു പോളിഷ് പിയാനിസ്റ്റും ക്ലാസിക്കൽ സംഗീത സംവിധായകനുമായിരുന്നു. A classical composer is a person who creates music in the classical style, usually written for instruments like piano, violin or orchestra. അതായത് പരമ്പരാഗത പാശ്ചാത്യ ശൈലിയിൽ സംഗീതം രചിക്കുന്നവൻ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. His memoir, The Pianist, was published in 1946. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പായ The Pianist 1946 പ്രസിദ്ധീകരിക്കപ്പെട്ടു. A memoir is a true story written by a person about real events from their own life, especially focusing on important or emotional experiences. Memoir എന്നത് സ്വകാര്യ അനുഭവങ്ങളെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സ്മരണാത്മക അനുഭവങ്ങൾ അടങ്ങിയ എഴുത്ത്. It was adapted into a film by Roman Polanski in 2002. 2002
റോമൻ പോളൻസ്കി അതിനെ ആസ്പദമാക്കി സിനിമയാക്കി. സ്പിൽമാൻ composed over 500 works, including piano pieces, songs and film scores. സ്പിൽമാൻ 500-ലധികം കൃതികൾ രചിച്ചിട്ടുണ്ട്. അതിൽ പിയാനോ സംഗീതങ്ങൾ, ഗാനങ്ങൾ, സിനിമാ പശ്ചാത്തല സംഗീതങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. He died on July 6, 2000 in Warsaw, Poland. 2000 ജൂലൈ 6-ന് അദ്ദേഹം പോളണ്ടിലെ വാഴ്സോവിൽ അന്തരിച്ചു. My dear friends, that's all for today's class. I hope the explanations were clear to you. If you enjoy my classes, don't forget to subscribe, support and share with others. Thank you for joining me. Have a wonderful day.